ഇതാണ് ശരിയായ മുട്ടപ്പത്തിരി. ഉണ്ടോ? മുട്ടപ്പത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബോൾ പോലെ ഉണ്ടാവും, ഉള്ളിൽ നല്ല ഏറിയായിട്ട് അതിങ്ങനെ ബബിള് പോലെ ഉണ്ടാവും സാധനം. പൊന്നാനിയിൽ നിന്നൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര സ്റ്റിക്കിയാണ് സാധനം, ഓയിലിയാണ്. അത് അതിൻ്റെ അരിയുടെ ആ കൺസിസ്റ്റൻസി പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. അതിൽ ശരിയായ മുട്ടപ്പത്തിരി കഴിക്കണമെങ്കിൽ കണ്ണൂരിലൂടെ ഏത് വഴിയിലൂടെ പോയി കഴിഞ്ഞാലും ഏത് തട്ടുകടയിൽ പോയി കഴിഞ്ഞാലും നല്ല കറക്റ്റ് മുട്ടപ്പത്തിരി കിട്ടും. പിന്നെ അപ്പം മിക്സ് അങ്ങനത്തെയൊക്കെ കിട്ടും. ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ കൂടെ എപ്പോഴും കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ ബീഫ് തന്നെയാണ്. ബീഫ് നല്ല കറിയിൽ ആക്കിയാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. നല്ല ക്രിസ്പി ആയിരിക്കും സാധനം, ക്രിസ്പിയാണ്, അത്യാവശ്യം ഉള്ളിൽ നല്ല സോഫ്റ്റാണ് സാധനം. ഇതിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇതാണ് ശരിയായ മുട്ടപ്പത്തിരി. പൊന്നാനിയിൽ കിട്ടുന്ന ശരിക്കും മുട്ടപ്പത്തിരി തന്നെ, പക്ഷേ അത് ഒറിജിനൽ മുട്ടപ്പത്തിരി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു ആംബിയൻസും ആ കുളത്തിൻ്റെ കരയിൽ ഇരുന്നിട്ട് കഴിക്കുന്നതൊക്കെ അടിപൊളിയാണ്. നമ്മളെ കണ്ണൂരിലുള്ള ഏതൊരു വീട്ടിലും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് ഈ മുട്ടപ്പത്തിരി. ഇത് നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം, എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. അപ്പം ഞാൻ കഴിക്കട്ടെ, ബൈ.